Good evening. Thank you so much. In this time, College of Arts and Engineering, the faculties, management, students, thank you so much for this wonderful day. See, actually, we have been overwhelmed. ഒരു വേൾഡ് ബിൽഡിംഗ് എന്ന സിനിമയാണ്. സോ ലൂസിഫർ പാർട്ട് 2 is very much about introducing you to the world of Qureshi Abraham and how he has to now come back to save God's own country from another chaos. കഴിഞ്ഞ ദിവസം മുതൽ എമ്പുരാൻ എന്ന സിനിമയെക്കുറിച്ച് പൃഥ്വിരാജ് പറഞ്ഞ വാക്കുകളാണ് ആരാധകർക്കിടയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത്. പിന്നീട് അത് പ്രേക്ഷകരിലേക്കും വ്യാപിക്കുകയുണ്ടായി. കാരണം എമ്പുരാൻ എന്ന സിനിമയുടെ പ്ലോട്ടിനെ കുറിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളും. മലയാളത്തിലെ നിരവധി റെക്കോർഡുകളെല്ലാം തകർക്കാൻ കെൽപ്പുള്ള സിനിമയാണ് മോഹൻലാൽ നായകനായി എത്തുന്ന എമ്പുരാൻ. പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത ചിത്രം വമ്പൻ ബജറ്റിലാണ് ഒരുങ്ങുന്നത്. സിനിമയുടെ ടീസർ അടുത്തിടെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു. മികച്ച പ്രതികരണമാണ് ടീസറിന് ലഭിക്കുന്നത്. ഒരു വിഷ്വൽ ട്രീറ്റ് ആകും സിനിമ എന്ന സൂചനയാണ് ടീസർ നൽകുന്നത്. ഇപ്പോഴിതാ സിനിമയെക്കുറിച്ചുള്ള ഒരു ചെറിയ അപ്ഡേറ്റ് പുറത്തുവിട്ടിരിക്കുകയാണ് ചിത്രത്തിന്റെ സംവിധായകൻ പൃഥ്വിരാജ്. ലൂസിഫർ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കഥയാണ് പറയുന്നതെങ്കിൽ എമ്പുരാൻ ഖുറേഷി എബ്രഹാം എന്നയാളുടെ ലോകത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്ന സിനിമയാകും എന്നാണ് പൃഥ്വിയുടെ വാക്കുകൾ. എമ്പുരാൻ ഒരു വേൾഡ് ബിൽഡിംഗിന്റെ സിനിമയാണ്. മറ്റൊരു പ്രശ്നത്തിൽ നിന്നും ദൈവത്തിന്റെ സ്വന്തം നാടിനെ രക്ഷിക്കാനായി വീണ്ടും എത്തുന്ന ഖുറേഷി എബ്രഹാമിന്റെ കഥയാണ് സിനിമ പറയുന്നത്. പൃഥ്വിരാജ് കൂട്ടിച്ചേർത്തത് ഇങ്ങനെ: കോയമ്പത്തൂരിലെ ഹിന്ദുസ്ഥാൻ കോളേജിൽ വെച്ച് നടന്ന സിനിമയുടെ പ്രൊമോഷണൽ ഇവന്റിലാണ് പൃഥ്വി ഇക്കാര്യം പറഞ്ഞത്. 2025 മാർച്ച് 27 ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ എമ്പുരാൻ എത്തുകയാണ്. എമ്പുരാൻ ലൂസിഫറിന്റെ പ്രീക്കലും സ്വീക്കലുമായാണ് എത്തുന്നത് എന്ന് വ്യക്തമാക്കുന്ന കാര്യങ്ങളായിരുന്നു കുറച്ചു ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ചിത്രത്തിലെ ഓരോ ക്യാരക്ടർ പോസ്റ്റേഴ്സും വരുമ്പോൾ അത് ഏറ്റവും കൂടുതൽ വ്യക്തമാക്കുന്നതും അതായിരുന്നു. ഖുറേഷി എബ്രഹാമിനൊപ്പം എത്തുന്ന പൃഥ്വിരാജിന്റെ കഥാപാത്രം സായിദ് മസൂദ് ഒരു ഇമ്പോർട്ടന്റ് റോളിൽ തന്നെയാകും ഇത്തവണ എത്തുക എന്നതിൽ യാതൊരു സംശയമില്ല. കാരണം സായിദ് മസൂദിന്റെ ഫാമിലിയിൽപ്പെട്ട എല്ലാവരെയും കഴിഞ്ഞ ദിവസം തന്നെ ക്യാരക്ടർ പോസ്റ്റേഴ്സിലൂടെ കാണിച്ചു കഴിഞ്ഞു. അച്ഛനും അമ്മയും സഹോദരനും പോകുന്ന ആ ഫാമിലി. കഴിഞ്ഞ തവണ ലൂസിഫറിൽ സ്റ്റീഫൻ നെടുമ്പള്ളിയും ഫാമിലിയും ഒക്കെ ആണെങ്കിൽ ഇത്തവണ എമ്പുരാനിൽ എത്തുമ്പോൾ സായിദ് മസൂദിന്റെ ഫാമിലിയുമായി ബന്ധപ്പെട്ട കഥകൾ പറഞ്ഞു വെക്കും. ഒപ്പം ലൂസിഫറിലെത്തിയ അതേ ക്യാരക്ടറുകളും വന്നു തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നന്ദുവിന്റെ കഥാപാത്രത്തെയായിരുന്നു അവതരിപ്പിച്ചത്. 5-6 വർഷങ്ങൾക്ക് മുമ്പ് രാജു ഒരു സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. കാരണം സിനിമയിൽ വരുന്നതിന് മുമ്പ് തന്നെ ഒരു സംവിധായകനാകണം എന്നതായിരുന്നു അവന്റെ ആഗ്രഹം. പക്ഷേ അതിന് പകരം വലിയ നടനാകുകയായിരുന്നു. അവസാനം അവൻ സംവിധായകനാകുമ്പോൾ അതിലൊരു വേഷം ചെയ്യണമെന്ന ആഗ്രഹം എനിക്കുണ്ടായി. അതുകൊണ്ട് തന്നെ എനിക്ക് അതിൽ ഒരു റോൾ തരണമെന്ന് ഞാൻ രാജുവിനോട് പറഞ്ഞു. ചേട്ടനെ പറ്റിയ വേഷമൊന്നുമില്ല എന്നായിരുന്നു അന്ന് രാജു മറുപടി പറഞ്ഞത്. എനിക്ക് വലിയ വേഷമൊന്നുമല്ല ഞാൻ ചോദിക്കുന്നത്, എനിക്ക് നടന്നു പോകുന്ന സീനായാലും സന്തോഷമാണെന്ന് ഞാൻ പറഞ്ഞു. കാരണം രാജുവിന്റെ ആദ്യ സംവിധാന സിനിമയിൽ ഞാൻ ഭാഗമായെന്ന് എനിക്ക് പറയാമല്ലോ. ആ സന്തോഷം മതിയായിരുന്നു എനിക്ക്. അന്ന് രാജു നോക്കട്ടെ ചേട്ടാ എന്ന് മാത്രമായിരുന്നു പറഞ്ഞത്. പിന്നീട് കുറച്ചു നാളുകൾക്ക് ശേഷം രാജു എന്നെ വിളിച്ചിട്ട് ഒരു വേഷമുണ്ട്, 4-5 ദിവസമേ ചേട്ടന് ഷൂട്ട് ഉണ്ടാകുകയുള്ളൂ എന്നും പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ലൂസിഫറിലേക്ക് വരുന്നത്. മിനിസ്റ്റർ പീതാംബരനായിട്ടാണ് അതിൽ അഭിനയിച്ചത്. ഇത്തവണയും മിനിസ്റ്റർ പീതാംബരനായി നന്ദു എത്തുകയാണ്. ഇന്ന് നമ്മുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ലൂസിഫറിൽ നമ്മളെ ഞെട്ടിച്ച മുരുകൻ എന്ന കഥാപാത്രമാണ്. ഏറ്റവും കൂടുതൽ വൈറലായതും ബൈജു സന്തോഷ് അവതരിപ്പിച്ച മുരുകനായിരുന്നു. ചിത്രത്തിലെ ക്ലൈമാക്സിലെ ബൈജുവിന്റെ ഒരു മര്യാദയൊക്കെ വേണ്ടേ എന്ന ഡയലോഗ് വളരെ ശ്രദ്ധ നേടിയിരുന്നു. ഈ കഥാപാത്രമായിട്ട് എമ്പുരാനിലും ബൈജു എത്തുകയാണ്. സിനിമയിൽ അഭിനയിച്ചതിന്റെ അനുഭവം നടൻ പങ്കുവെക്കുന്നതും ഉണ്ട്. ഇത് എമ്പുരാൻ എന്ന സിനിമയിലെ 18ാമത്തെ ക്യാരക്ടർ പോസ്റ്ററാണ്. ഇന്നതാ ഇപ്പോൾ 17ാമത്തെ ക്യാരക്ടർ പോസ്റ്ററായി അവതരിപ്പിച്ചിരിക്കുന്നത് സാക്ഷാൽ സായ് കുമാറിന്റെ മഹേഷ വർമ്മയാണ്. മഹേഷ വർമ്മ എന്ന കഥാപാത്രം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു കഥാപാത്രമാണ് ലൂസിഫറിൽ അഭിനയിക്കാൻ ആദ്യം വിസമ്മതം പ്രകടിപ്പിച്ച സായ് കുമാറിനെ പൃഥ്വിരാജ് വിളിച്ച് കൺവിൻസ് ചെയ്ത കാര്യം ഉൾപ്പെടെ സായ് കുമാർ പുതിയ വീഡിയോയിൽ പറയുന്നുണ്ട്. അത് ഭയങ്കര രസകരമായിട്ടാണ് നമുക്ക് തോന്നിയതും. സായ് കുമാർ പറയുന്നു, രാജു എനിക്ക് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അതാ നോ പറഞ്ഞത്. പൃഥ്വിരാജ് സായ് കുമാറിനോട് പറഞ്ഞു, നിങ്ങൾക്ക് നടക്കാൻ വയ്യെങ്കിൽ അങ്ങനെയാണ് നമ്മുടെ മഹേഷ് വർമ്മ, ഇനി വീൽ ചെയറിൽ ആണെങ്കിൽ അങ്ങനെയാണ് നമ്മുടെ മഹേഷ് വർമ്മ എന്ന് പൃഥ്വിരാജ് തറപ്പിച്ചു പറഞ്ഞു. പൃഥ്വിരാജിന്റെ വിഷ് ലിസ്റ്റിൽ കുറച്ച് നടന്മാരുണ്ട്. അവരൊക്കെ തന്നെയാണ് ഗംഭീര വേഷത്തിലൂടെ നമുക്ക് മുന്നിൽ ലൂസിഫറിൽ എത്തിയത്. ഇപ്പോഴിതാ എമ്പുരാനിലും അവരൊക്കെ എത്തുമ്പോൾ വ്യത്യസ്തമായ ചില അഭിനയ മുഹൂർത്തങ്ങൾ നമുക്ക് കാണാൻ കഴിയും. തന്റെ തന്തയല്ല എന്റെ തന്ത എന്ന സ്റ്റീഫൻ നെടുമ്പള്ളി പറയുമ്പോൾ ആരാണ് സ്റ്റീഫന്റെ തന്ത എന്ന് ചോദിച്ച് വായടപ്പിക്കുന്ന വർമ്മ സാറിന്റെ ഡയലോഗ് ലൂസിഫറിലെ ഹിറ്റ് സീനുകളിൽ ഒന്നായിരുന്നു. ആദ്യ ഭാഗത്തിലെ അഭിനേതാക്കളായ മഞ്ജു വാര്യർ, ടൊവിനോ തോമസ്, സാനിയപ്പൻ, സായ് കുമാർ, ഇന്ദ്രേഷ് സുകുമാരൻ, ബൈജു എന്നിവർക്കൊപ്പം സുരാജ് വെഞ്ഞാറമൂട്, ഷൈൻ ടോം ചാക്കോ, ഷറഫുദ്ദീൻ, അർജുൻ ദാസ് എന്നിങ്ങനെ പുതിയ താരങ്ങളും ചിത്രത്തിലുണ്ട്. ഇനി വരാൻ പോകുന്നത് അങ്ങനെ ചില സർപ്രൈസ് പുതിയ താരങ്ങൾ ആയിരിക്കുമെന്ന് കരുതുന്നു. ഇപ്പോൾ ലൂസിഫറിലെത്തിയ നമ്മളെ അതിശയിപ്പിച്ച കഥാപാത്രങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്.